ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ഫെബ്രുവരി 2, നമ്മുടെ കർത്താവിൻ്റെ കാഴ്ചവയ്പ് തിരുനാൾ. കന്യകാമറിയവും യൗസേപ്പിതാവും ജെറുസലേം ദേവാലയത്തിലെത്തി ശുദ്ധീകരണത്തിനായി 1 വയസ്സുള്ള കുഞ്ഞാടിനെയും ഹോമബലിക്കായി ഒരു പ്രാവിൻ കുഞ്ഞിനെയും പരിഹാര ബലിക്കായി ചെങ്ങാലിയെയും കൊണ്ട് സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കലെത്തി പുരോഹിതനെ ഏൽപ്പിച്ചു. മോശയുടെ നിയമമനുസരിച്ച് കടിഞ്ഞൂൽ പുത്രനായ ഈശോയെ കർത്താവിന് സമർപ്പിച്ച് 5 ഷെക്കൽ വീണ്ടെടുപ്പ് വിലയായി നൽകിയതും വാങ്ങി പുരോഹിതനായ ശമയോൻ കുട്ടിയെ യഹോവ ആവശ്യപ്പെടുന്നതുവരെ വളർത്താനുള്ള നിർദ്ദേശത്തോടെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയതുപോലെ കർത്താവിനെ കൈകളിലെടുത്തപ്പോൾ ശമയോൻ അനുഭവിച്ച ആനന്ദത്തിൽ മതിമറന്നു ചൊല്ലി, കർത്താവേ, അങ്ങേ വാഗ്ദാനമനുസരിച്ച് ഈ ദാസനെ സമാധാനത്തോടെ വിട്ടയക്കണമേ. എന്തെന്നാൽ വിജാതിയർക്ക് വെളിപ്പെടാനിരിക്കുന്ന പ്രകാശവും ഇസ്രായേലിൻ്റെ മഹത്വവുമായി അങ്ങ് എല്ലാ ജനത്തിനുമായി ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടു. ശമയോൻ കുഞ്ഞിനെ ആശീർവദിച്ച ശേഷം മറിയത്തോട് പറഞ്ഞു, ഇതാ ഈ ശിശു ഇസ്രായേലിൽ അനേകരുടെ അധംപതനത്തിനും അനേകരുടെ ഉയർച്ചയ്ക്കും അനേകരുടെ എതിർപ്പിനുമുള്ള അടയാളവുമായിരിക്കും. ഒരു വാൾ നിന്റെ ഹൃദയത്തെയും പിളർക്കുകയും ചെയ്യും. അനുസരണയും എളിമയും നിറഞ്ഞ പരിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങളെയും ഈശോയെപ്പോലെ വിശുദ്ധിയിൽ വളർത്തണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.